നിങ്ങൾ ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് കേൾക്കുന്ന ആൾക്ക് വ്യക്തമായി ബോധ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ഉദ്ദേശം എന്താണെന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാം. രാജ്യത്ത് എന്ത് നടന്നാലും, രാജ്യത്ത് പിന്നെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ എന്ത് നടന്നാലും ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രതിസ്ഥാനം നിർത്തി അവരെ ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയും അവരെ അപരവൽക്കരിച്ച് മാറ്റി നിർത്തുകയും ചെയ്യുന്ന ദുഷ്ടരാക്കോട് കൂടി പ്രവർത്തിക്കുന്ന സംഘടനകളാണ് RSSും BJPയും എന്ന് ഈ രാജ്യത്തെ എല്ലാ മനുഷ്യർക്കും അറിയാം. ആ മനുഷ്യരെ ഭിന്നിപ്പിക്കാനുള്ള പരിശ്രമങ്ങൾക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാകും. അതിനൊരു തർക്കവും വേണ്ട. ഏത് വിഭാഗം തീവ്രവാദം നടത്തുന്നത് ആരോ അവരാണ് കുറ്റവാളികൾ. ഞങ്ങളിവിടെ ഒരു വിഭാഗത്തെ പറ്റി പറഞ്ഞിട്ടില്ല. ആരെങ്കിലും പറഞ്ഞോ? ഇന്ത്യ മഹാരാജ്യം വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യ മഹാരാജ്യം വിഭജിക്കപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് കോടിക്കണക്കിന് മനുഷ്യർക്ക് ജീവിതം നഷ്ടമായിട്ടുണ്ട്. ഇത് ചരിത്ര വസ്തുതയാണ്. ആ വസ്തുതകൾ ഇന്ത്യൻ ചരിത്രത്തിന്റെ അല്ല ലോക ചരിത്രത്തിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് എപ്പോഴും നീതിയും ന്യായവും വൺ സൈഡഡ് ആണോ? തീവ്രവാദി എന്നല്ലാതെ മേൽശാന്തിയെ വിളിക്കണോ? നീ പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ഞാൻ. പിന്നെ എന്ത് വിളിക്കണം നിങ്ങൾ പറഞ്ഞു തരും? തീവ്രവാദിക്ക് ഒരു തീവ്രവാദി എന്നല്ലാതെ വേറെ എന്താണ് വിളിക്കേണ്ടത് പറഞ്ഞു തരും. തീവ്രവാദം ചെയ്യുന്നവരെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് ആർക്കാണ് കൊള്ളുന്നത്? എന്തിനാണ് കുറ്റബോധം? കുറ്റം ചെയ്തവനല്ലേ കുറ്റബോധമുള്ളൂ. അത് എന്നെ പറ്റിയാണ് എന്ന ചിന്ത എങ്ങനെയാ വരുന്നത്? യുവാക്കൾ പഠിക്കാൻ പറയുന്നത് അവിടെ സംവാദം നടക്കാനാണ്. അനുകൂലമായും പ്രതികൂലമായും ചെറുപ്പക്കാർ രാജ്യത്തെ പറ്റി പഠിക്കട്ടെ. ഏത് സംവാദവും ഇവിടെ നടക്കട്ടെ എന്ന് പറയുന്നവരെ പേടിച്ച് മാളത്തിൽ ഒളിച്ചിരുന്നത് നടത്താൻ പറയുന്നത് എന്തോ അപരാധമാണ്. ഞങ്ങൾ തന്റെ ഇടത്തോടുകൂടി ഞങ്ങൾ അതിന് കുറ്റക്കാരല്ല. ഞങ്ങൾക്ക് എന്ത് വിഷയവും ചർച്ച ചെയ്യാൻ തന്റെ ഇടമുണ്ട്, നട്ടലുണ്ട് എന്ന് നിവർന്നു നിന്ന് പറയേണ്ടതിന് പകരം ഒളിച്ച് മാളത്തിൽ കയറി ഇരുന്നിട്ട് ചാനലിൽ വന്ന് കിടന്നിട്ട് ഗോഗോ വിളിക്കുന്നതല്ല. സംവാദമുണ്ടെങ്കിൽ തടത്തു നിങ്ങൾ.